ഏർവാടിക്കടുത്ത് കീളക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സ്വതഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹുവിൻ്റെ ചെറിയ സഹോദരനും സ്വലാഹുദ്ദീൻ എന്ന കിതാബിൻ്റെ മുസന്നിഫുമായ സ്വലാഹുദ്ദീൻ റളിയല്ലാഹു അന്ത്യവിശ്രമം കൊള്ളുന്ന കളക്കാട് ഏർവാടിയിലേക്കാണ് ഇന്ന് നാം യാത്ര തിരിക്കുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ കായൽ പട്ടണത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. കായൽ പട്ടണത്തിലെ സിയാറത്തുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത് കായൽ പട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സുലൈമാനുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ പഞ്ചനക്ഷത്രങ്ങളാകുന്ന 5 മഹാപണ്ഡിതന്മാർ, സൂഫിയാക്കൾ, മഹാനായ സ്വതഖത്തുല്ലാഹിൽ ഖാഹിരി അടക്കമുള്ള മഹാന്മാർ, ആ 5 മക്കളിലെ ഇളയ മകനായ മഹാനായ സ്വലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു, അവരുടെ ദർഗയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അവിടേക്ക് പോകുന്ന റൂട്ടും എല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. കായൽ പട്ടണത്ത് നമ്മൾ കുറേ മക്കാമുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും കുറേ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പരിചയപ്പെടുത്തിയ വീഡിയോസുകളൊക്കെ കാണുക. അവയിൽ പെട്ടതാണ് കായൽ പട്ടണത്തിനടുത്ത് തന്നെ തിരുനാൽവേലിയിൽ സ്വതഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ മകനായ മീസാൻ അജ്നാസ് തുടങ്ങിയ ദറസുകളിലൊക്കെ ഓതുന്ന കിതാബുകളുടെ മുസന്നിഫായ അഷേഖ് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ കായൽ പട്ടണത്തെ കാട്ടുമഖ്ദൂം ദർഗ, സ്വതഖത്തുല്ലാഹി ഖാഹിരി തങ്ങളുടെ ഉപ്പയുടെയും സഹോദരന്മാരുടെയും മഖബറകൾ, കോസ്മറൈ ദർഗ, 1000 കാല് പള്ളി, സിറിയ ജുമാ മസ്ജിദ്, അവിടുത്തെ ദർഗകൾ, മഹ്ലറ, ഖാസിം പുലവർ അപ്പ റളിയല്ലാഹുവിൻ്റെ ദർഗ, ഉമറുൽ ഖാഹിരി റളിയല്ലാഹുവിൻ്റെ ദർഗ, കൊടിമരം പള്ളി, 1000ഓളം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ദൂം പള്ളി, ഇങ്ങനെ ഒരുപാട് മഹാന്മാരെ നമ്മൾ പരിചയപ്പെടുത്തി. അതിൻ്റെ വീഡിയോസുകൾക്കൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അങ്ങനെ കായൽ പട്ടണത്തെ സിയാറത്തുകളൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ സ്വലാഹുദ്ദീൻ ഖാഹിരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ഏർവാടിയിലേക്ക് പോകാൻ വേണ്ടി കായൽ പട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് നമുക്ക് പോകാനുള്ള ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്രയാണ്. കായൽ പട്ടണത്തിൽ നിന്ന് ട്രെയിൻ കയറി തിരുനാൽവേലിയിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഏകദേശം 20 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ തിരുനാൽവേലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അങ്ങനെ തിരുനാൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് കയറി അതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് 15 രൂപയാണ് ചാർജായത്. അങ്ങനെ ന്യൂ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഏർവാടിയിലേക്കുള്ള കളക്കാട് ഏർവാടി പോകുന്ന ബസ്സാണ് കയറേണ്ടത്. അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 30 രൂപയാണ് കളക്കാട് ഏർവാടിയിലേക്ക് ചാർജായത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സിയാറത്തിന് പോകുന്ന തമിഴ്നാട്ടിലെ ഏർവാടി അല്ല ഇതുള്ളത്. അതിന് ഇവിടത്തുകാർ പറയൽ കീളക്കര ഏർവാടി എന്നാ, ഇതിന് കളക്കാട് ഏർവാടി എന്നും. ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്രയായിരിക്കും ഇവിടേക്ക് ബസ്സിനുണ്ടായിരിക്കുക. ഏർവാടി ടൗണിൽ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചല്പം ദൂരം മാത്രം നടക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള റൂട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പാലക്കാട്ടിൽ നിന്ന് കൊണ്ട് പോരുകയാണെങ്കിൽ 6:10 തിരുച്ചെന്തൂർ എക്സ്പ്രസ് ഉണ്ട് പുലർച്ചെ. അതിന് വന്നാൽ 1:30 കൂടി നിങ്ങൾക്ക് തിരുനാൽവേലി എത്താം. അവിടെ നിന്ന് നേരെ ഏർവാടിയിലേക്ക് ബസ് കയറാം. കൂടാതെ ഇതിൽ കാണുന്ന ഈ 3 ട്രെയിനുകളും ടോട്ടൽ 4 ട്രെയിൻ പാലക്കാട്ടിൽ നിന്ന് അങ്ങോട്ടുണ്ട്. ഇനി വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തിരൂരിൽ 7 മണിക്ക് എത്തുന്ന ഒരു വണ്ടിയുണ്ട്. മംഗലാപുരം, കാസർഗോഡ്, കോഴിക്കോട് വഴി വരുന്ന വണ്ടി. അതിന് 7 മണിക്ക് രാവിലെ പുലർച്ചെ കയറിയാൽ 5 മണിയോട് കൂടി വള്ളിയൂർ സ്റ്റേഷനിലെത്താൻ പറ്റും. വള്ളിയൂരിൽ നിന്ന് 7-8 കിലോമീറ്റർ മാത്രം ദൂരം ഇങ്ങോട്ടുള്ളൂ. ഇനി മറ്റുള്ള ദിവസങ്ങളിലാണെങ്കിൽ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി കയറി 4 മണിയോട് കൂടി ഒറ്റപ്പാലത്തെത്തിയാൽ 4:30 ഒറ്റപ്പാലത്തെത്തുന്ന പാലരുവി എക്സ്പ്രസ്സിന് നിങ്ങൾക്ക് മാറി കയറി തിരുനാൽവേലിയിൽ പുലർച്ചെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ബസ്സിന് ഏർവാടിയിലെത്താൻ പറ്റും. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് ആളുകളാണെങ്കിൽ അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ നമ്മുടെ ദർഗയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്വലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗ ഉൾക്കൊള്ളുന്ന ദർഗയും പള്ളിയും. അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്കും വള്ളിയൂരിലേക്ക് വന്നാൽ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ മാത്രം ദൂരം ഇവിടേക്കുള്ളൂ.
അപ്പം ഇൻഷാ അല്ലാഹ് നമ്മളിതാ ദർഗയുടെ അടുക്കലെത്തിയിട്ടുണ്ട്. മഹാനായ സ്വലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു സുലൈമാനുൽ ഖാഹിരി എന്ന കായൽ പട്ടണത്തെ വിശ്രുത പണ്ഡിതൻ്റെ പഞ്ചനക്ഷത്രങ്ങളാകുന്ന 5 മക്കളിൽ ഇളയ മകനാണ് ബഹുമാനപ്പെട്ടവർ. സ്വതഖത്തുല്ലാഹിൽ ഖാഹിരി അടക്കമുള്ള മറ്റു 4 സഹോദരന്മാരും പ്രഗത്ഭരും പണ്ഡിതരും സൂഫിയാക്കളുമാണ്. അവരെ കൂട്ടത്തിൽ ചെറിയ ആളാണെങ്കിലും അറിവിൽ ഏറ്റവും ഉയർന്ന ആളാണെന്ന് അവിടുത്തെ സഹോദരന്മാർ തന്നെ വിശേഷിപ്പിച്ച മഹാനാണ് സ്വലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു. അവരുടെ മക്ബറയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ രചിച്ച പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദറസുകളിലൊക്കെ ഓതാറുള്ള സ്വലാഹുദ്ദീൻ എന്ന വിശ്രുത ഗ്രന്ഥം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിലേക്കാണ് ഇവരുടെ കുടുംബ പേരുകൾ ചെന്നു ചേരുന്നത്. അവരുടെ ഉപ്പയുടെ മക്ബറൊക്കെ നമ്മൾ കായൽപട്ടണത്ത് കാണിച്ചിട്ടുണ്ട്. മറ്റു 2 സഹോദരന്മാരുടെ മക്ബറയും കായൽപട്ടണത്തെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു സഹോദരനാണ് കീളക്കരയിലുള്ളത്. അത് നമ്മളെ എപ്പിസോഡിലൊക്കെ മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. മറ്റൊരു സഹോദരൻ നാഗപട്ടണത്തിനടുത്ത മഞ്ഞക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് അതും നമ്മളിവിടെ കാണിക്കും. വലിയ കറാമത്തുകൾ കാണിച്ച ഈ മഹാനുഭാവൻ അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് ധാരാളം ഏറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് നമ്മൾ ഇവിടുന്ന് കീളക്കര ഏർവാടിയിലേക്കാണ് പോകുന്നത്.